ഭൂമി എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെന്റ് ഇന്റർനാഷണൽ ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻസ് ആയി വരുന്നത് നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലാണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതൊരു സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ആണ്. സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ക്രിക്കറ്റ് കളി ഉണ്ട്. അപ്പോൾ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റയർ വേൾഡിലും ക്രിക്കറ്റ് കളിക്ക് അതിൻ്റെതായ ഗൈഡൻസ് ഉണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ആണ് ഭൂമി എന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെയാ ഗുണം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കോസ്റ്റ്, എൻ്റയർ പ്രോജക്റ്റിന്റെ കോസ്റ്റ് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് ഏതൊക്കെ സ്റ്റേജിൽ എപ്പോഴൊക്കെയാണ് ആ കോസ്റ്റ് ഇംപ്ലിക്കേഷൻ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം, ഓരോ വർക്കിനനുസരിച്ച് എത്രയൊക്കെയാണ് എമൗണ്ട് വരുന്നത് അത് മനസ്സിലാക്കാനും ഇപ്പൊ നമുക്ക് ഭൂമി പ്രകാരമുള്ള ഒരു BOQ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് ഭൂമി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭൂമി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ആണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഭൂമി കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്. ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് എഞ്ചിനീയേഴ്സ് പ്രിപ്പയർ ചെയ്തതാണ്. അതൊരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, നമുക്കറിയാം റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് എഞ്ചിനീയേഴ്സിനെ കുറിച്ചിട്ട്. ഭൂമി എഞ്ചിനീയേഴ്സിന് എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് പ്രിപ്പയർ ചെയ്യാനാണ് ഭൂമി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ വർക്ക് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്വാണ്ടിറ്റീസും എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ളത് ഭൂമിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊരു BOQ കിട്ടിക്കഴിഞ്ഞാൽ ആ BOQ പ്രിപ്പയർ ചെയ്തത് ഭൂമി പ്രകാരമാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡിസ്ക്രിപ്പൻസി കോൺട്രാക്ടറും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള പലതരത്തിലുള്ള ഡിസ്പ്യൂട്ട്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു കോൺട്രാക്ട് കിട്ടിയിരിക്കുന്നത് ഭൂമി പ്രകാരമുള്ള BOQ ആണെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ഉപകാരപ്പെടുന്നു പറഞ്ഞാൽ ഒരു വർക്ക് കൺസ്ട്രക്ഷനിൽ ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റീസ് എങ്ങനെ മെഷർ ചെയ്യണമെന്ന്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പം നെറ്റ് ക്വാണ്ടിറ്റീസ് ആണ് ഭൂമിയിൽ നമ്മൾ എപ്പോഴും മെൻഷൻ ചെയ്തിട്ടുള്ളത്. കോൺട്രാക്ടർ വന്നിട്ട് പറയാണ് ഗ്രോസ് ക്വാണ്ടിറ്റി ആണ് കോൺട്രാക്ടർ മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഞ്ചിനീയർക്ക് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർക്ക് പെർട്ടിക്കുലർ ആയിട്ട് പറയാൻ പറ്റും. അതായത് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് ഭൂമി പ്രകാരമുള്ള മെഷർമെന്റ് ആണ്, അപ്പോൾ അത് മെഷർ ചെയ്യുന്നത് നെറ്റ് ക്വാണ്ടിറ്റീസ് ആണെന്നുള്ളത്. പലതരത്തിലുള്ള ഡിസ്ക്രിപ്പൻസീസും ഇത് പ്രകാരം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതാണ് എഞ്ചിനീയേഴ്സിന്, സൈറ്റിലുള്ള ഒരു എഞ്ചിനീയേഴ്സിന് എങ്ങനെയാണ് അത് ഉപകാരപ്പെടുന്നതെന്ന് പറയുന്നത്. അതായത് BOQ ഭൂമി പ്രകാരം പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ അതിനകത്ത് വെരി ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രൊജക്റ്റിനെ പറ്റിയിട്ടും ഓരോ പ്രൊജക്റ്റിന്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് മെൻഷൻ ചെയ്യേണ്ടതെന്ന് ഭൂമി വെരി ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ് അതിനകത്ത് വെരി ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്വാണ്ടിറ്റീസ് എങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടതും എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതും ഓരോ പർട്ടിക്കുലർ ഐറ്റമിനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ ഇത് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് മെൻഷൻ ചെയ്യേണ്ടതെന്നും, അതായത് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ്, എന്തൊക്കെയാണ് ക്വാണ്ടിറ്റീസ് എടുക്കുമ്പോൾ എക്സ്ക്ലൂഡഡ്, ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെരി കൃത്യമായിട്ട് എഞ്ചിനീയേഴ്സിനായാലും ഇപ്പോൾ ഒരു BOQ പ്രിപ്പയർ ചെയ്യുന്ന ടെൻഡർ പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തിക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഒരു പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെന്റ് ആണ് ഭൂമി. അപ്പൊ ഇതൊരു എൻ്റയർ പ്രൊജക്ട് ലൈഫ് സൈക്കിളിനകത്ത് BOQ ഭൂമി അപ്ലിക്കബിൾ ആവുന്നത് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് പ്രിപ്പയർ ചെയ്യുന്നത് ടെൻഡർ പ്രിപ്പയർ ചെയ്യുന്നവർക്കാവാം, അല്ലെങ്കിൽ കോൺട്രാക്ടർ സൈറ്റിൽ വർക്ക് ചെയ്തു തുടങ്ങുമ്പോൾ ബില്ല് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫൈനൽ ബില്ല് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേജിലാവും. എവിടെയാണെങ്കിലും എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ആണ്. ഭൂമി ഒരു വൺ ഓഫ് ദ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ആണ്. അപ്പോൾ അത് മേജർ ആയിട്ട് നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒരു പർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഇപ്പൊ ഭൂമി പ്രകാരം പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു നോർമൽ ആയിട്ടുള്ള, അതായത് പർട്ടിക്കുലർ ഏരിയയിൽ BOQ പ്രിപ്പയർ ചെയ്യുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഭൂമി പ്രകാരം പ്രിപ്പയർ ചെയ്ത BOQന് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഏതൊരു വ്യക്തി ആ ക്വാണ്ടിറ്റി മെഷർ ചെയ്താലും, ഒരു പർട്ടിക്കുലർ ഐറ്റം, ഇപ്പോൾ കോൺക്രീറ്റ് ആയിക്കോട്ടെ, ഏതൊരു വ്യക്തി മെഷർ ചെയ്താലും ആ മോഡ് ഓഫ് മെഷർമെന്റ് എന്താണെന്നുള്ളത് വെരി കൃത്യമായിട്ട് പോമിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദർ ആർ സം സർട്ടൺ റൂൾസ് ഉണ്ട് ഇതിനകത്ത്. അതായത് കോൺക്രീറ്റിനകത്ത് ക്വാണ്ടിറ്റി മെഷർ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വോയിഡ്സ് ഉണ്ടെങ്കിൽ പർട്ടിക്കുലർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് എങ്ങനെയാണ് അപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളത്. പക്ഷേ വേറൊരു കോൺട്രാക്ടർ, വേറൊരു വ്യക്തി ഒരു BOQ പ്രിപ്പയർ ചെയ്യുന്നത് രീതി വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതായിരിക്കും നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്ടർ എന്നല്ല, ഒരു വ്യക്തി BOQ പ്രിപ്പയർ ചെയ്യുന്നതും പോമി പ്രകാരമുള്ള BOQ തമ്മിലുള്ള വ്യത്യാസം. പോമി പ്രകാരം ഉള്ള BOQ ആണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതി. ബട്ട് ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് നമുക്ക് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത്, അതായത് ഞാനിപ്പോൾ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയാണ്, നമ്മളൊരു ഡ്രോയിങ് മാത്രം കൊടുത്തിട്ട് നമ്മൾ 3-4 കോൺട്രാക്ടേഴ്സ് കൊടുത്തു. 3-4 കോൺട്രാക്ടേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പേരും ഓരോ തരത്തിലായിരിക്കും അവരുടെ BOQയും അല്ലെങ്കിൽ അവരുടെ റേറ്റും ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക്, കൊടുത്ത ആൾക്ക്, എനിക്കിത് കമ്പയർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ചില ഐറ്റംസ് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, ചില ഐറ്റംസ് എടുത്ത രീതി ശരിയായിരിക്കില്ല. അതായത് ഇപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് പർട്ടിക്കുലർ ആയിട്ട് എനിക്ക് കോൺക്രീറ്റ് ഐറ്റം വേണ്ടത് 2:4 ആണ്. ഞാൻ സിമെന്റ് റേഷ്യോ മെൻഷൻ ചെയ്തിട്ടില്ല, കോൺക്രീറ്റിന്റെ റേഷ്യോ മെൻഷൻ ചെയ്തിട്ടില്ല. വേറൊരു കോൺട്രാക്ടർ എടുത്തിട്ടുള്ളത് 1:3:6 ആണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ, അതായത് എങ്ങനെ നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നതുള്ളത് അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഡിസ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, യൂണിറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും, കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതുകൊണ്ടാണ് നമുക്കൊരു സ്റ്റാൻഡർഡൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കൺസ്ട്രക്ഷനിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞു എക്സാമ്പിൾ ആയിട്ട്, ഇപ്പൊ പോമി പ്രകാരമുള്ള ഒരു BOQയുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ എനിക്ക് പറയാവുന്ന ഒരു എക്സാമ്പിൾ ആണ്. അതായത് നമ്മൾ ഒരു കോൺട്രാക്ട് എല്ലാം അവാർഡ് ചെയ്തു കഴിഞ്ഞു. അവാർഡ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഒരു എക്സ്കവേഷൻ കോൺട്രാക്ടർ വന്നിട്ട് പറയാണ്, അതായത് എക്സ്കവേഷൻ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്നും എക്സ്കവേഷൻ എങ്ങനെയാണ് അതിന്റെ ക്വാണ്ടിറ്റി എടുക്കേണ്ടതെന്നും വെരി കൃത്യമായിട്ട് പോമിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ BOQനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് പോമി പ്രകാരമുള്ള BOQ ആണ്. ഇതെല്ലാം കോൺട്രാക്ടർ എല്ലാം അവാർഡ് ചെയ്തതിന് ശേഷം കോൺട്രാക്ടർ വന്ന് പറയാണ്, അതായത് ഞാൻ ചെയ്തിട്ടുള്ള എക്സ്കവേഷൻ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ്, നിങ്ങളുടെ BOQ ക്വാണ്ടിറ്റിനെക്കാട്ടും വളരെ കൂടുതലാണ്. അപ്പോൾ QS എന്നുള്ള നിലയിൽ നമ്മൾ അതൊരു വെരിഫിക്കേഷൻ നടത്തേണ്ടതായിട്ട് വരും. അതായത് കോൺട്രാക്ടർ ഇപ്പം മെഷർ ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി ഗ്രോസ് മെഷർമെന്റ് ആണ്, ഗ്രോസ് ക്വാണ്ടിറ്റി ആണ്. ഗ്രോസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള സ്പേസ് എടുത്തിട്ടുണ്ട്, എക്സ്ട്രാ സ്പേസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡബിൾ ഹാൻഡ്ലിംഗ് ചാർജസിന്റെ കോസ്റ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ റാമ്പ്, അതായത് ഒരു ബേസ്മെന്റ് എക്സ്കവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുള്ള റാമ്പിന്റെ എക്സ്കവേഷൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം എടുത്തിട്ടുണ്ട് കോൺട്രാക്ടർ. അപ്പൊ നമുക്കാണെങ്കിൽ വെരി കൃത്യമായിട്ട് നമുക്ക് പറയാം കോൺട്രാക്ടറുടെ അടുത്ത്, നിങ്ങൾ റെഫർ ചെയ്യൂ, പോമി റെഫർ ചെയ്യൂ, ഇതാണ് മോഡ് ഓഫ് മെഷർമെന്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ പ്രോബ്ലം ബിറ്റ്വീൻ ബോത്ത് ദ പാർട്ടീസ്. അതാണ് അവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ കോൺട്രാക്ടർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും സെറ്റിൽ ചെയ്യാനും ഇമ്മീഡിയറ്റ്ലി വെരി ഈസി ആയിരിക്കും ആ ഒരു വർക്ക് ചെയ്യാനായിട്ട്. അതായത് കോൺട്രാക്ടർ എടുത്ത രീതി അത് തെറ്റാണെന്നും അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾ അഗ്രി ചെയ്തിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നും പറയാനായിട്ട് മനസ്സിലാക്കാനും വളരെ ഈസി ആയിരിക്കും നമുക്ക്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഇൻക്രീസ് ആവാതെയും അല്ലെങ്കിൽ പ്രോജക്റ്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ എന്തൊക്കെയാണോ ഇനീഷ്യൽ സ്റ്റേജിൽ ഡിസ്കഷൻ ചെയ്തതെന്ന് അത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാനും ഇതുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെടും.